എന്നുള്ളത് സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നു. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ആമുഖ പ്രസംഗം ഇവിടെ അത്യാവശ്യമാണ്. അതിനായി നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഏറ്റവും ബഹുമാന്യനായ മുഹമ്മദ് അലി ഉസ്താനിയെ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം ക്ഷണിക്കുകയാണ്. മാനവികതയ്ക്ക് ഒരു ഇഷൻ സ്പർശം എന്ന ശ്രദ്ധേയമായ ഒരു മുദ്രാവാക്യവുമായി കേരള മാപ്പിള കലാ അക്കാദമി വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ കലാ അക്കാദമിയെ സംബന്ധിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യം കലാരംഗത്ത് ഇല്ലാതെ, കാരണം ഈ പ്രസ്ഥാനം ദ്വീപിൽ, ലക്ഷദ്വീപിലും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളിലും ഇതിൻ്റെ ചാപ്റ്ററുകൾ വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ തച്ചമ്പാറയുടെ ചരിത്രത്തിൽ ഒരു അടയാളവുമായി കൊണ്ടാണ് ഈ പ്രോഗ്രാം ഇവിടെ വെച്ച് നടക്കുന്നത്. തീർച്ചയായും തച്ചമ്പാറയെ ഒന്ന് ചെറിയ രീതിയിൽ ഒരാമുഖമായി സ്പർശിക്കണം. അപ്പോൾ നമ്മുടെ ഈ തച്ചമ്പാറയുടെ സാംസ്കാരിക ഇടത്തിൽ 2 നിയമസഭാ സാമാജികർ, ബഹുമാന്യനായ AP ഹംസ സാഹിബ് MLA, മണ്ണാർക്കാടിൻ്റെ മുൻ MLA ആയിരുന്നു, നമ്മുടെ തച്ചമ്പാറയിലുള്ള വ്യക്തിത്വമാണ്. അതോടൊപ്പം തന്നെ P ബാലേട്ടൻ ex-MLA, 2 MLA-മാരുടെ ഒരു സാംസ്കാരികമായ, രാഷ്ട്രീയമായ, സാമൂഹികമായ പൊതുസ്പർശമുള്ള ഒരു പ്രദേശമാണ് ഈ തച്ചമ്പാറ. മാത്രവുമല്ല, തച്ചമ്പാറയുടെ ചരിത്രത്തിൽ സലീം എന്ന് പറയുന്ന ഒരു ശ്രദ്ധേയനായ മാപ്പിള രചിതാവ്, പാട്ടുകളുടെയും അതുപോലെ തന്നെ സംസ്ഥാന തലത്ത് തന്നെ ശ്രദ്ധേയനായ ഒരു അംഗീകാരം ലഭിച്ച ഒരു വ്യക്തിത്വമായിരുന്നു സലീംക്ക. വളരെ 100 വയസ്സ് വരെ ജീവിച്ച തച്ചമ്പാറക്കാരനാണ്. ഒട്ടനവധി പ്രതിഭകൾ ഈ തച്ചമ്പാറയിലുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ ഈ സാംസ്കാരിക, ഈ കേരള മാപ്പിള കലാ അക്കാദമിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു പാട്ടുകളിൽ മാത്രമല്ല. ഇപ്പോൾ കഴിഞ്ഞ ഇതിൽ നമുക്കറിയാം, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ശ്രദ്ധേയമായിട്ടുള്ള പല പ്രോഗ്രാമുകളും ഈ ചാപ്റ്ററുകളുടെ നേതൃത്വത്തിൽ കേരളത്തിലും മറ്റു മേഖലകളിലെല്ലാം നടത്തുകയുണ്ടായി. അതുപോലെ ഈ സാംസ്കാരിക സംഘടന നമുക്കറിയുന്നത് പോലെ 1892 മർഹൂം മോയിൻകുട്ടി വൈദ്യർ എന്ന് പറയുന്ന വലിയ പ്രതിഭ 40 വർഷം മാത്രം ജീവിച്ച് വലിയ അടയാളപ്പെടുത്തി നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം വളരെ ശ്രദ്ധേയമായ കുറേ രചനകൾ കേരളത്തിന് സംഭാവന ചെയ്തു. മാത്രവുമല്ല, തിരൂരങ്ങാടി TSMO കോളേജിലെ ഒരു പ്രൊഫസർ ഇന്ന് അമേരിക്കയിൽ റിസർച്ച് ചെയ്യുന്നത് മാപ്പിളക്കലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഗവേഷണമായിട്ടാണ്. പ്രൊഫസർ മുഹമ്മദ് അൻസ് ഇപ്പോൾ അമേരിക്കയിൽ റിസർച്ച് ചെയ്യുന്നത്. ഇങ്ങനെ വിദേശ രാജ്യങ്ങളിൽ മാപ്പിള സാഹിത്യം, അതുപോലെ തന്നെ നമുക്കറിയാം മറ്റ് വിദേശ UK-യിലും യൂറോപ്പിലുമൊക്കെ ഗവേഷകരായി നമ്മുടെ കേരളത്തിലേക്കും ഈ മാപ്പിളമാരുടെ സംഭാവനകളും സാംസ്കാരിക ഈടുവെപ്പുകളും ഒക്കെ ചർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ ഞാൻ സൂചിപ്പിക്കുന്നത് കേവലം ഒരു സാംസ്കാരികമായ മുന്നേറ്റം മാത്രമല്ല, ലോക ചരിത്രത്തിൽ തന്നെ മാപ്പിള കലാസാഹിത്യത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നും അത് ഗവേഷകർക്ക് എല്ലാം അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും, ഇപ്പോൾ ഈയിടെ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഒരു ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥി നമ്മുടെ KPS പയ്യടനവുമായി കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ സാംസ്കാരിക ഇടം അല്ലെങ്കിൽ പാരിസ്ഥിതികമായ വിഷയങ്ങളെ കുറിച്ചുള്ള ഒരു സംവാദം തന്നെ നടക്കുകയുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്,
നമ്മുടെ ഇവിടെ ഇരിക്കുന്നവരെല്ലാം തന്നെ കുട്ടികൾ മുതൽ എല്ലാം ഇവിടെ നല്ല രീതിയിൽ അവരുടെ പ്രതിഭകൾ, പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിൽ അംഗീകാരം നൽകിയ നാസർ സാഹിബിന്റെ, അതായത് ദീവാനി എന്ന പേരിൽ അറിയപ്പെടുന്ന കലാകാരൻ നമ്മുടെ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ, മാത്രമല്ല PT നമ്മുടെ ജില്ലാ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ നാട്ടിൽ പരിസ്ഥിതി ദിനത്തിൽ ഒരു ലഹരി വിരുദ്ധ പ്രതിജ്ഞ നൽകിക്കൊണ്ടാണ് ഈ സംവിധാനം പ്രോത്സാഹിപ്പിക്കുന്നത്. അങ്ങനെ മുഴുവൻ തിന്മകളോടും കലാകാരന്മാരും മാനവികതയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ അക്കാദമിയുടെ ലക്ഷ്യമെന്നും അതിന് ഏറ്റവും ഇതിന്റെ സൂത്രധാരകനായ PH അബ്ദുള്ള മാസ്റ്റർ വളരെ ഗഹനമായ സംഭാവന ചെയ്ത വ്യക്തിത്വം, അദ്ദേഹത്തിന്റെ ഒരു പഠന കേന്ദ്രം നമ്മുടെ തച്ചമ്പാറയിൽ ഇവിടെ സ്ഥാപിക്കാൻ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം നല്ല മുഹൂർത്തം, നമ്മുടെ കലയും സംസ്കാരവും എല്ലാ തിന്മകൾക്കെതിരെയും വിശിഷ്യ ലഹരിക്കെതിരെയുമുള്ള കൃത്യമായ രീതിയിലുള്ള ഒരു ബോധവൽക്കരണവും അതിനു വേണ്ടിയുള്ള കലാകാരന്മാരുടെ ഒരു അവരുടെ കലാവൈഭവം ഇവിടുത്തെ തിന്മകളെ നിർമ്മാർജ്ജനം ചെയ്ത് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പൊതുമേഖലയിൽ ഒരു പുതിയ കുതിപ്പിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു മഹത്തായ സംഘടനയാണ് ഇത് എന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്തിരിക്കുന്ന നമ്മുടെ സംസ്ഥാന സെക്രട്ടറി, അക്കാദമിയുടെ സെക്രട്ടറി ബഹുമാനനായ ഹമീദ് മാഷ്, അദ്ദേഹം ഇവിടുത്തെ നമ്മുടെ വിദ്യാർത്ഥികളുടെ, നമ്മുടെ തച്ചമ്പാറയുടെ അഭിമാനമായി ഇപ്പോൾ നേരത്തെ ഇവിടെ പാടിയ ആ വിദ്യാർത്ഥി സംസ്ഥാന കലോത്സവത്തിൽ ജഡ്ജ്മെന്റ് നടത്തുന്ന വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യ രക്ഷാധികാരി KPS പയ്യടനം ഏറ്റവും ശ്രദ്ധേയനായ സംസ്ഥാന തലത്തിലെ ഒരു നിരീക്ഷകനും ഈ സാംസ്കാരിക അതുപോലെ ജഡ്ജസുമായി കലയെ നോക്കിക്കാണുന്ന വ്യക്തിത്വമാണ്. അതുപോലെ നമ്മുടെ ചാപ്റ്ററിന്റെ പ്രസിഡന്റ് ബഹുമാനീയനായ തങ്ങൾ അവരുകൾ ആട്ടുപോയത്തങ്ങൾ ശ്രദ്ധേയമായ സംഭാവനകൾ നടത്തുന്നു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഒരു ഗായിക കൂടിയാണ് സെലീന. അതുപോലെ തന്നെ ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാനിയായ നിസാമുദ്ദീൻ പൊന്നങ്കോട്, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ ഇതിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നതിലുപരി ഒരു കലാസ്നേഹിയാണ്. അതുപോലെ തന്നെ മുഹമ്മദ് അലി സാഹിബ് നമ്മളോട് ഇവിടെ സംവദിക്കുകയുണ്ടായി. അതുപോലെ മറ്റു ഒട്ടനവധി കലാപ്രേമികളുടെ കലാപ്രകടനങ്ങൾ ഇവിടെ നടത്തുകയുണ്ടായി. ഇനിയും നമ്മുടെ വിദ്യാർത്ഥികളും വരും തലമുറയും ഇത്തരം കലകളും അതുപോലെ തന്നെ നമ്മുടെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പൊതുയിടങ്ങളിൽ മാതൃകയായി വളർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു സർ. പ്രിയമുള്ളവരെ, സമയം കുറേ വഴുകി. അപ്പോൾ സ്വാഗതം പറയുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ഈ സമയം, പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ ഈ സ്നേഹ സംഗമം, ഇവിടെ ഈ ചടങ്ങിൽ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ ഏറ്റവും സ്നേഹനിധിനായ ഈ കേരള മാപ്പിള കലാ അക്കാദമിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ ഹമീദ് മാസ്റ്റർ കോട്ടപ്പാട അവർകളാണ്. അദ്ദേഹത്തെ എല്ലാവരുടെയും പേരിൽ ഈ വേദിയിലേക്ക്, ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഏറ്റവും പ്രിയങ്കരനായ ഇവിടുത്തെ ബ്ലോക്ക് മെമ്പർ, എൻ്റെ സുഹൃത്തു കൂടിയായ നിസാമുദ്ദീൻ പൊന്നങ്കോട് അവർകളാണ്. അദ്ദേഹത്തെ എല്ലാവർക്കും വേണ്ടി, ചാപ്റ്ററിന് വേണ്ടി ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് മണ്ണാർക്കാട് ചാപ്റ്ററിൻ്റെ അഭിമാനമായ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ, നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ നമ്മുടെ KPS വിജയനടം അവർകളാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് മണ്ണാർക്കാട് ചാപ്റ്ററിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ ചാപ്റ്റർ കേരള മാപ്പിള കലാ അക്കാദമിയുടെ ജില്ലാ പ്രസിഡന്റ് PT സലാം സാർ കരിക്കലത്താണ്. അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ ചാപ്റ്ററിന്റെ, മണ്ണാർക്കാട് ചാപ്റ്ററിന്റെ പ്രസിഡന്റ് ആറ്റക്കോയത്തങ്ങൾ, നമ്മുടെ ട്രഷറർ അലി പാക്കത്ത്, ചാപ്റ്റർ ട്രഷറർ സലാം തച്ചമ്പാറ, പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് സലീന മാഡം എത്തിയിട്ടുണ്ട്. നല്ലൊരു ഗായികയാണ് എന്നാണ് എനിക്ക് അറിയുവാൻ കഴിഞ്ഞത്.
പേടിക്കേണ്ട, പരിപാടി കഴിഞ്ഞാൽ മേഡത്തിൻ്റെ ഒരു ഗാനം നമുക്ക് ആസ്വദിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മേഡത്തെയും ഈ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും, വേദിയിലിരിക്കുന്ന എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ആമുഖ പ്രസംഗം നടത്തിയ മുഹമ്മദ് അലി ഉസ്താനി അവർകളുണ്ട്, അവരെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും, വേദിയിലിരിക്കുന്നതും നമ്മുടെ മുന്നിലിരിക്കുന്ന എല്ലാവരും ഇന്നത്തെ ഇവിടെ പ്രധാന വ്യക്തികളാണ്, ഇന്നത്തെ ഗസ്റ്റുകളാണ് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നു. എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിലേക്ക് അധ്യക്ഷ പദം അലങ്കരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ഹമീദ് മാസ്റ്റർ കോട്ടപ്പാടത്തെ ഒരുപാട് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മാസങ്ങളായിട്ട് നമ്മൾ മണർക്കാട് ചാപ്റ്റർ ഓരോ മാസത്തിലും ഓരോ ഗ്രഹസംഗമം നടത്തി വരികയാണ്. അപ്പോൾ മണർക്കാട് ചാപ്റ്ററിൻ്റെ ഭാഗമായിട്ട് തച്ചമ്പാറ ഒരു ഗ്രഹസംഗമം നടത്തണമെന്ന് സലാമും ബുസ്താനിയും കൂടെ പറയുകയും അവർ അത് വീട്ടിൽ നിന്ന് മാറ്റി അത് ഹോളിലേക്കാക്കി എങ്കിൽ പോലും വളരെ സൗകര്യമായി. ഇതിനു വേണ്ടി ഒരുപാട് ദിവസങ്ങളായിട്ട് അവർ ചെറിയൊരു പ്രോഗ്രാമാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, സംഘടിപ്പിക്കണമെങ്കിൽ നല്ല പാടാണ്. എന്തായാലും സലാമും ഉസ്താനിയും ഇത്തരത്തിലൊരു സംഗമം ഇവിടെ നടത്താൻ സംഘടിപ്പിച്ചതിൽ അവരാദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഇനി അടുത്ത മാസം നമ്മൾ ഉദ്ദേശിക്കുന്നത് മണ്ണാർക്കാട് ടൗൺ കേന്ദ്രീകരിച്ച് ഒരു ചെറിയൊരു ഹാളിൽ, അതുപോലെ ഒരു ചെറിയ AC ഹോളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മളെ ബഹുമാനപ്പെട്ട മന്ത്രി എൻ ശംസുദ്ദീനൊരു ആദരവും അതോടുകൂടി നമ്മൾ സംഗമവും നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. മുൻകൂട്ടി അറിയിക്കുന്നത്, നമ്മുടെ ഗ്രൂപ്പ് നിങ്ങൾ എപ്പോഴും നോക്കണം. ഗ്രൂപ്പിലുള്ള ആളുകൾ, ഇനി ഗ്രൂപ്പിലില്ലാത്ത ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലുള്ള ആളുകളോട് ചോദിച്ച്, ഉസ്താദിനോടും സലാമിനോടൊക്കെ ചോദിച്ച് നിങ്ങൾ ആ സംഗമത്തിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുകയാണ്. ഇത് ഏറ്റവും കൂടുതൽ പാട്ടാണ് ഇവിടെ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, പ്രസംഗമല്ല. കാരണം ഇവിടെ ഒരുപാട് കലാകാരന്മാർ വരുമ്പോൾ അവർക്കത് പാടാനുള്ളൊരു അവസരം നമ്മൾ കൊടുക്കണം, അവരെ വളർത്തി കൊണ്ടുവരണം. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ മാപ്പിളകലാ അക്കാദമി, കേരള മാപ്പിളകലാ അക്കാദമിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അതിനിവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് സലാം ഇവിടെ അവതരിപ്പിക്കും, അതിൽ അവർ പറയും. എന്തായാലും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ കുടുംബവും നമ്മുടെ കൂട്ടുകാരൊക്കെ ഒരുമിച്ച് കൂടി നമ്മൾക്കൊരു എല്ലാവരും ജോലിയും ബിസിനസ്സൊക്കെ ആയിട്ടുള്ള ഒരു പിരിമുറുക്കത്തിൽ നിന്നും ഒരു സമാധാനം, കുറച്ച് സമയമെങ്കിലും ഈ ഒരു പാട്ടും പരിപാടിയൊക്കെ വരുമ്പോൾ അതൊരു സമാധാനമാകും എന്നുള്ളത് തന്നെയാണ്. പിന്നെ നമ്മുടെ ഇതിനോട് കൂടെ ഒരു ചാരിറ്റി കൂടെ നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. ഇതിന് ചാരിറ്റി ഉണ്ട്. ഇപ്പോൾ അവിടുന്ന് നമ്മുടെ നാസർ ദിവാനി ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു കമ്മിറ്റി വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് വിവരം അറിയിക്കും. അപ്പോൾ അതുകൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. പിന്നെ ഇവിടെ സലാമും ബുസ്താനിയും കൂടെ മാപ്പിള കലകൾ പരിശീലിപ്പിക്കുന്ന ഒരു കേന്ദ്രം തുടങ്ങണമെന്ന് അവർ താല്പര്യപ്പെടുന്നുണ്ട്. ഒപ്പന, ദഫ്മുട്ട്, അറവന, കോൽക്കളി തുടങ്ങി മാപ്പിള കലകൾ, വട്ടപ്പാട്ട് തുടങ്ങിയ മാപ്പിള കലകൾ പരിശീലിപ്പിക്കുന്ന ഒരു കേന്ദ്രം തച്ചമ്പാറ തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ്മയോടുകൂടി ഒരു പ്രയത്നം കൊണ്ട് നമുക്കത് തുടങ്ങാൻ സാധിക്കണം. അപ്പം അതിനെല്ലാവരും സഹകരിക്കണമെന്നും, പിന്നെ ഇവിടെ ബഹുമാന്യനായ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ ബ്ലോക്ക് മെമ്പറാണ്. അതുപോലെ നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ മാപ്പിളകലാ അക്കാദമിയുടെ മണർക്കാട് ചാപ്റ്ററിൻ്റെ രക്ഷാധികാരിയാണ്. ഏത് സമയത്തും എപ്പോൾ വിളിച്ചാലും ഏതൊരു പരിപാടി മാറ്റി വെച്ചിട്ടും മാപ്പിളകലാ അക്കാദമിയുടെ പരിപാടിക്ക് വരാൻ റെഡിയാണ്. അത് ശരി, വേറെ പരിപാടി ഉണ്ടെങ്കിലും ഞാനതിൽ എത്തും എന്നാണ് പറയാറുള്ളത്. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് KPS പയ്യങ്ങളും സാറാണ്. പിന്നെ ഇതിൻ്റെ മണർക്കാട് ചാപ്റ്ററിൻ്റെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയരെ, അടുത്ത് നമ്മുടെ ഈ
സംഗമത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ചടങ്ങാണ്. മുഖ്യപ്രഭാഷണത്തിന് നമ്മുടെ മണ്ണാർക്കാട് മാപ്പിളക്കര അക്കാദമി ചാപ്റ്ററിൻ്റെ രക്ഷാധികാരിയും നമ്മുടെ മണ്ണാർക്കാടിൻ്റെ എല്ലാമായ KPS പയ്യനത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ഇവിടെ മാപ്പിളക്കല അക്കാദമിയുടെ മണ്ണാർക്കാട് ചാപ്റ്റർ എല്ലാ മാസവും നമ്മളൊരു സ്ഥലത്ത് ഒരുമിച്ച് കൂടണം എന്ന് തീരുമാനിക്കേണ്ടത്. അതിൻ്റെ തുടക്കം കോട്ടപ്പാടം പഞ്ചായത്തിൽ ഇവിടെ നേരത്തെ മനോഹരമായി പാട്ടുപാടിയ നാസർ ദീവാനിയുടെ വീട്ടിലായിരുന്നു കൂടിയത്. എല്ലാ മാസവും ഒരു വീട്ടിൽ തന്നെ കൂടണം എന്നാണ് നമ്മളുടെ നയപരമായ തീരുമാനം. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കൂട്ടായ്മയുടെ ഒരു ഇൻറ്റിമസി എന്നൊക്കെ പറയുന്ന സൗഹൃദത്തിൻ്റെ ഒരു ഊഷ്മളത കൂടുതലായി. ആ കുടുംബാംഗങ്ങൾ അതിൽ പങ്കാളികളാവും, അയൽവാസികളൊക്കെ അവിടെ വരും. അതാണ് നമ്മൾ ഒരു കുടുംബ സംഗമം ആയിട്ട് ഇതിനെ ആലോചിച്ചു. ഇവിടെ ഇന്ന് ഇതിൻ്റെ ഒരു പ്രതികൂലമായ അവസ്ഥ ഉള്ളത് കൊണ്ടാണ്, കാലാവസ്ഥ മഴയാണ്. അപ്പോൾ വീടുകളിൽ നടത്തുമ്പോൾ ചിലപ്പോൾ അസൗകര്യങ്ങളാവും. അതാണ് ഇതിൻ്റെ സംഘടകനായ മുസ്താനി പറഞ്ഞത്. അതിന് ശരിയല്ല. അതുകൊണ്ട് നമുക്ക് നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹാളിൽ നമ്മൾ കൂടിയത്. ഇനി നമുക്ക് വീടുകളിൽ തന്നെ കൂടണം. അങ്ങനെ നമ്മളുടെ ഈ സൗഹൃദം കുറച്ചുകൂടെ തീവ്രമായിട്ട് കൊണ്ടുപോകണം. കാരണം നമ്മൾ ഈ കലാരൂപങ്ങൾ മനുഷ്യൻ കൊണ്ട് നടക്കുന്നത് തന്നെ പരസ്പരമുള്ള സ്നേഹവും സൗഹൃദവും പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. കലയുടെ അടിസ്ഥാനം തന്നെ സ്നേഹം പങ്കുവയ്ക്കലാണെന്ന് പറയും. നമ്മുടെ ഉള്ളിൽ ആരോടൊക്കെയോ തോന്നുന്ന സ്നേഹം, ചിലപ്പോൾ ഒരാളുടെ സങ്കടം, ആ സങ്കടത്തിൽ നമുക്കൊരു അലിവ് തോന്നും. അപ്പോഴാണ് അതൊരു കലാരൂപമായിട്ട് മാറുന്നത്. ആരെങ്കിലും കരയുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നുന്നില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു കലാരൂപവും ഉണ്ടാവില്ല. മറിച്ചൊരാൾ വേദനിക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുന്ന ഒരാളാണ് ഒരു കലാരൂപം ഉണ്ടാക്കുക എന്ന് പറയും. അതുപോലെ സന്തോഷം. ഇപ്പോൾ വാൽമീകി രാമായണം എഴുതാനുള്ള ഒരു കഥ പറയും. വാൽമീകി കാട്ടിലിരിക്കുമ്പോൾ മരക്കൊമ്പുകളിൽ 2 പക്ഷികൾ ഇരിക്കുന്നു. കാട്ടാളൻ വന്ന് ആ ഇണപ്പക്ഷികളിൽ ഒന്നിനെ അമ്പെയ്ത് വീഴ്ത്തുന്നു. മറ്റേ പക്ഷി കരഞ്ഞുകൊണ്ട് മാറിപ്പോകും. ഇത് കണ്ടപ്പോൾ തോന്നിയ സങ്കടത്തിൽ നിന്നാണ് ആദി കാവ്യം ഇന്ത്യയിൽ ഉണ്ടായതെന്നാണ് ഐതിഹ്യം. ഐതിഹ്യമാണ്, ശരിയാവണമെന്നില്ല. പക്ഷെ അതിലൊരു സത്യമുണ്ട്. ഒരു പക്ഷിയുടെ ദുഃഖം പോലും ഒരു മനുഷ്യൻ്റെ മനസ്സിനെ സ്പർശിക്കുമ്പോഴാണ് ഒരു കലാസൃഷ്ടി ഉണ്ടാകുന്നത്. അതുകൊണ്ട് കലയിൽ വ്യാപരിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യരോടും ജീവജാലങ്ങളോടും സസ്യലതാദികളോടും സ്നേഹം തോന്നുക, കരുണ തോന്നുക എന്നതാണ് അതിൻ്റെ അടിസ്ഥാനം. അങ്ങനത്തെ മനസ്സുകളിൽ നിന്നാണ് കലാരൂപങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ വ്യാപരിക്കുന്ന ആളുകളാണ് നമ്മൾ. നമുക്കൊക്കെ കലാപരമായ കഴിവുകളുണ്ട്. ആ കഴിവ് നമ്മളിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പരസ്പരമുള്ള സ്നേഹം, സൗഹൃദം പങ്കുവെച്ചേ പറ്റും. അത് നമ്മൾ തമ്മിലുള്ള സ്നേഹം മാത്രമല്ല, ഈ ലോകത്തെക്കുറിച്ച്, ലോകത്തെവിടെയുമുള്ള സങ്കടപ്പെടുന്നവരെ കുറിച്ചൊക്കെയുള്ള നമ്മുടെ വ്യാകുലതകൾ, അതൊക്കെ നമ്മളെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പാട്ട് പാടിയാൽ മാത്രം പോരാ, നമ്മളിങ്ങനെ ഒരു കുടുംബം പോലെ ഇടയ്ക്കിടയ്ക്ക് ഒരുമിച്ച് കൂടുകയും വേണം എന്ന് തീരുമാനിച്ചു. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ പാടുന്ന ആളുകളൊക്കെ നല്ല പാട്ടുകാരായിരിക്കും. അവർക്ക് എവിടെയെങ്കിലും പോയി പാടി കാശ് കിട്ടുന്നുണ്ടാവും. അല്ലെങ്കിൽ അവരുടെ യൂട്യൂബിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ പോകാം. അതൊരു ഒറ്റപ്പെട്ടൊരു ബിസിനസ്സാണ്. പക്ഷെ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോണ്ടാകുന്ന ആ ഒരു മാനസിക സംസ്കാരം എന്നുള്ളത് അതുകൂടെ അതിൻ്റെ കൂടെ വേണമെന്നാണ് മാപ്പിളക്കല അക്കാദമി തീരുമാനിച്ചത്. വെറും പാട്ടുപാടി രസിക്കുന്നവരുടെ ഒരു കൂട്ടമല്ല, പാട്ടുപാടി കൂട്ടം ചേരുന്നവരുടെ ഒരു സ്നേഹ കൂട്ടായ്മ കൂടി ആണ്
മാപ്പിള കലാ അക്കാദമി എന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒത്തുകൂടാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് നമ്മൾ കൂടുന്നത്. അപ്പോൾ ഇവിടെ ഉള്ളൊരു കുഴപ്പം എന്താ വിചാരിച്ചാൽ നമുക്ക് ഈ പാടാനാണ് എന്തായാലും നമ്മളിങ്ങനെ കൂടിയിരിക്കുമ്പോൾ പാടണം, കേൾക്കണം. കുറേ പേരൊക്കെ പാടി, ഇനിയും കുറച്ച് പേർക്ക് പാടാനുണ്ടാവും. അതിനാണ് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത്. പക്ഷെ ഒരു സംഘടന ആയതുകൊണ്ട് അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ ചുരുക്കത്തിൽ പറയണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചില സംസാരമൊക്കെ വരുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധികളൊക്കെ വരുമ്പോൾ അവർക്ക് സംസാരിക്കണം, അതിനുള്ള അവസരം നമ്മൾ കൊടുക്കണം. ഇവിടെ നിസാമുദ്ദീൻ പറഞ്ഞു അത് ഞാനല്ല, KPS ഉദ്ഘാടനം ചെയ്താൽ മതി എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ വിനയം കൊണ്ട് പറഞ്ഞതാണ്. പക്ഷെ അദ്ദേഹം ജനപ്രതിനിധിയാണ്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് തൊട്ടപ്പുറത്തിരിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ നമ്മളൊരു മാന്യമായ പദവി നൽകേണ്ടതുണ്ട്. ഞാനിതിൻ്റെ കൂടെ എപ്പോഴുള്ള ആളാണ്. ഞാൻ ഈ സംസാരിക്കുന്നത് തന്നെ ചുരുക്കേണ്ടതാണ്. കാരണം എല്ലാ കുടുംബസംഗമത്തിലും ഇവരെന്നെ കൊണ്ട് സംസാരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതൊരു ഭീഷണിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞങ്ങനെ ആവർത്തനായി ഇയാൾ അവിടെ പറഞ്ഞാൽ ഞങ്ങൾ പറയണം. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള ബഹുമാനരായ വ്യക്തികൾ ഇവിടെ വരുമ്പോൾ അവർ സംസാരിക്കണം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒരു പാട്ടുകാരി കൂടിയാണ് എന്നറിഞ്ഞത് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ്. അപ്പോൾ അവരുടെ പാട്ട് കേൾക്കുക എന്നതാണ് ഇന്നത്തെ പരിപാടിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ സംഭവിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് ഈ കൂട്ടായ്മ ഇനിയും ഇങ്ങനെ കൂടിച്ചേർന്നും പാട്ടുപാടിയും പരസ്പരമുള്ള സ്നേഹവും സൗഹൃദവും പങ്കുവെച്ചും മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയായി വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. പ്രിയരെ, അടുത്ത് തച്ചമ്പാറക്കാരുടെ ഒരു ആഗ്രഹം നേരത്തെ പറഞ്ഞു. മാപ്പിള കലകളായ ഒപ്പന, വട്ടപ്പാട്ട്, ദഫ്, അറവന, കോൽക്കളി മുതലായ കലകൾ പഠിപ്പിക്കാനുള്ളൊരു കേന്ദ്രം ഇവിടെ സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രഖ്യാപനം ഇവിടെ നടക്കുകയാണ്. പ്രഖ്യാപനം നടത്തിയാൽ മാത്രം പോരാ, നമ്മളൊക്കെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചാൽ മാത്രമേ അത്തരത്തിലുള്ളൊരു സംവിധാനം ഉണ്ടാവുള്ളൂ. ആ പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടിയിട്ട് കേരള മാപ്പിള കലാ അക്കാദമി ജില്ലാ പ്രസിഡന്റ് സലാം സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരും അറിയുന്ന ആളുകളും ബഹുമാനിക്കപ്പെടേണ്ടവരുമാണ്. പല രംഗങ്ങളിലും പരിചയമുള്ള ആളുകളാണ്. കൂടുതൽ സംസാരിക്കേണ്ട സമയമല്ല. സംഗമങ്ങളുടെ രൂപം നേരത്തെ KPS സൂചിപ്പിച്ചതുപോലെ നമ്മളൊരു വട്ടത്തിലിരുന്നിട്ടുള്ള പരിപാടികളാണ് പ്ലാൻ ചെയ്യാറുള്ളത്. എന്തായാലും തച്ചമ്പാറയിൽ കുറച്ചുകൂടി വിപുലമായി വളരെ പ്രൗഢമായി ഈ പരിപാടി സംഘടിപ്പിച്ചതിൽ ഈ പ്രദേശത്തുള്ള ആളുകളെയും അതുപോലെ മണ്ണാർക്കാട് ചാപ്റ്ററിൻ്റെ ഉത്തരവാദപ്പെട്ടവരെയും അംഗങ്ങളെയും മുക്തഘട്ടം പ്രശംസിക്കാൻ അവസരം ഉപയോഗപ്പെടുത്തുക. മാപ്പിള കലകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി, പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പഠന കേന്ദ്രം ഇവിടെ ആരംഭിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു ഇനീഷ്യേറ്റീവാണ്. കൂട്ടത്തിൽ പറയാനുള്ളത് നിസാമുദ്ദീനിൻ്റെ സുഹൃത്തു കൂടിയാണ്. അതുപോലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ പല പഞ്ചായത്തുകളിലും ഒക്കെ നടപ്പാക്കി വരുന്നുണ്ട് നാടൻ കലകളുടെ പരിപോഷണത്തിന് വേണ്ടി ഫണ്ട് നീക്കി വെച്ചുകൊണ്ട്. നമ്മുടെ കുട്ടിലങ്ങാടി പഞ്ചായത്തിൽ കഴിഞ്ഞ 21 വർഷമായി മാപ്പിള കലകൾ മാത്രം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക സംവിധാനം നടത്തി വരുന്നുണ്ട്. അതിലെ പ്രധാന ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത് നമ്മുടെ മണ്ണാർക്കാട്ടുകാരനായിട്ടുള്ള വൈദ്യുത മാസ്റ്ററാണ്. അപ്പോൾ നിസാമുദ്ദീനോടും അതുപോലെ വൈസ് പ്രസിഡന്റിനോടൊക്കെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനുള്ള ഒരു സഹായം പഞ്ചായത്തിൻ്റെ ഒരു എയ്ഡോടുകൂടി ആയിക്കഴിഞ്ഞാൽ കൂടുതൽ നമുക്കിത് മികച്ചതാക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഇതിന് വരുന്ന വൈശ്വരനെ പോലെയുള്ള വിദഗ്ധരായ ആളുകളെയാണ് സലാമോട് പരിശീലകരായിട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ബത്തയും കാര്യങ്ങളൊക്കെ വരും. അത് കുട്ടികളിൽ നിന്ന് വലിയൊരു ഫീസ് വാങ്ങാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് അതിനുള്ള വകുപ്പുകളുണ്ട് പഞ്ചായത്തിൻ്റെ. അതുപോലെ പ്രത്യേകിച്ച് ബ്ലോക്ക് പഞ്ചായത്തിനാണ് അതിനുള്ള സാധ്യതകൾ. അത് ഉപയോഗപ്പെടുത്തണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഈ സദുദ്യമം നല്ല രീതിയിൽ വളരുന്ന ഭാവി തലമുറക്കും
അതുപോലെ ഇത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പഴയ തലമുറയിലെ ആളുകൾക്ക് പ്രചോദനമാകുന്ന രീതിയിൽ നല്ലൊരു സംരംഭമായി ഇവിടുത്തെ PHന്റെ പേരിലാണ് നമ്മുടെ കേരള മാപ്പിളകലാ അക്കാദമിക്ക് വേണ്ടി ജീവിച്ച് മരിച്ച PH അബ്ദുള്ള മാസ്റ്ററുടെ പേരിലാണ് ഈ അക്കാദമിയുടെ പഠന കേന്ദ്രം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് അതിൻ്റെ PH അക്കാദമി PH സ്മാരക മാപ്പിളകലാ പഠന അക്കാദമിയുടെ പഠനകലാ കേന്ദ്രത്തിൻ്റെ പ്രഖ്യാപനം വളരെ വിനയപൂർവ്വം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നിർവഹിച്ചതായിരിക്കുന്നു. നന്ദി. അടുത്തതായി തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സെലീന മേഡത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. രണ്ടുപേരും പാട്ടോടുകൂടെ തുടങ്ങിക്കോട്ടെ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, അതുപോലെ ഈ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, ആദ്യമായിട്ടാണ് ഈ തച്ചമ്പാറ പ്രദേശത്തെ ഇങ്ങനെയൊരു സ്നേഹസംഗമം കേരള മാപ്പിളപ്പാട്ട് അക്കാദമിയുടെ ഒരു പ്രോഗ്രാം നടത്തുന്നത്. എന്തായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും വളരെയധികം നന്ദി പറയുകയാണ്. അതുപോലെ നമുക്ക് ഒരുപാട് ആളുകൾ പിന്നെ പാട്ടറിയുന്നവരൊക്കെ ഉണ്ട്. അവർക്കൊന്നും ഈ പല വേദികളും കിട്ടാതെ ഇരിക്കുന്നതിനൊക്കെ ഒരു നല്ലൊരു വേദിയാണ് ഇങ്ങനെയുള്ള ഒരു സംഗമം തന്നെ. ഇതൊരു മാപ്പിള കലാവേദി മാത്രമല്ല, സൗഹൃദം കൂടി പങ്കുവെക്കാനുള്ള ഒരു വേദി കൂടിയാണ് നമുക്കിവിടെ ഒരുക്കി തന്നിട്ടുള്ളത്. അതിന് ഇവിടെ ഇതിനെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ് ആദ്യം തന്നെ. അതുപോലെ ഞാൻ അത്ര നന്നായി പാടുമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് പാടുകയുള്ളൂ. ഞാൻ നന്നായിട്ട് പാടുന്ന പറയുന്നതാണ്, എനിക്ക് അത്രയൊന്നും അങ്ങോട്ട് പാടാനൊന്നും അറിയില്ല. എന്നാലും ഞാൻ ഇവിടെ ഗ്രന്ഥശാലയിലൊക്കെ പോയിട്ട് ഞാൻ പാടാറുണ്ട്. അതുപോലെ ഞങ്ങൾ ഈ മുസ്ലിം ലീഗിൻ്റെയൊക്കെ സ്ത്രീകളൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്ന് ഞങ്ങൾ ഒരു 4 വരി പാടാറുണ്ട് എന്നല്ലാതെ എനിക്ക് അത്ര അധികം പാടാനൊന്നും അറിയില്ല. എന്തായാലും നല്ലൊരു കൂട്ടായ്മ തന്നെ ആവട്ടെ ഈ ഒരു സംഗമം. നല്ലൊരു എല്ലാവർക്കും ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് പരിപാടികൾ നമ്മൾക്ക് സംഘടിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. മാണിക്യ മലരായ പൂവി മഹദിയാ ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. മാണിക്യ മലരായ പൂവി മഹദിയാ ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. ഹാത്തിമുൻ നബിയെ വിളിച്ച് കച്ചവടത്തിനയച്ച് കണ്ട നേരം കൽബിനുള്ളിൽ മോഹമോദിച്ചു, മോഹമോദിച്ചു. മാണിക്യ മലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. ഗാനം അത് അല്ലേ, നല്ല ഗാനം പാടിയില്ലേ?
നമ്മൾ വൈസ് പ്രസിഡന്റ് നന്നായിട്ട് പാടി. ഇനി നമുക്ക് ഒന്ന് രണ്ട് പാട്ട് കൂടെ കേട്ടതിന് ശേഷം, ആസ്വദിച്ചതിന് ശേഷം നമുക്ക് നന്ദി പ്രകാശനം ചെയ്തുകൊണ്ട് നമുക്ക് പിരിയാം. അടുത്ത ഗാനം ആരംഭിക്കുന്നത് റിയാസ് ബ്യൂട്ടി, തിരുവിഴാംകുന്ന് സ്വദേശിയാണ്. പ്രശസ്ത ഗായകനും 5 ആൽബം പുറത്തിറക്കിയിട്ടുണ്ട്. പ്രൊഫഷണൽ ഗായകനാണ്. കഴിഞ്ഞ സ്റ്റാറ്റസ് ഞാൻ ദിവസം